ഇത് റൂഫസ് ആണ്. USB പെൻ ഡ്രൈവ് നമുക്ക് ബൂട്ടബിൾ ആക്കാനായിട്ടുള്ളതാണ്. ഇത് പോപ്സിക്കിൾ എന്ന് പറഞ്ഞിട്ട് പോപ്പ് OS യൂസ് ചെയ്യുന്നതാണ്. ഇതിലേതെങ്കിലുമൊക്കെ ഉപയോഗിച്ച് ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഈ പെൻ ഡ്രൈവിൽ നമ്മുടെ പോപ്പ് OS ബൂട്ടബിൾ ആക്കി എടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബൂട്ടബിൾ ആയിട്ടുള്ള പെൻ ഡ്രൈവ് നമ്മൾ ഓപ്പൺ ചെയ്ത് അതിൽ ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാളേഷനിലേക്ക് കിടക്കാം. ഇൻസ്റ്റാളേഷൻ ഫസ്റ്റ് ലാംഗ്വേജ് സെലക്ട് ചെയ്ത് ഇംഗ്ലീഷ്. അത് കഴിഞ്ഞിട്ട് കീബോർഡ് കൺട്രി ഇന്ത്യ സെലക്ട് ചെയ്യുന്നു. പിന്നെ കീബോർഡ് സെലക്ട് ചെയ്യുന്നു. ഇംഗ്ലീഷ് ഞാൻ UK ആണ് കൊടുക്കുന്നത്. ഈ OS ഡ്യുവൽ ബൂട്ടായിട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് കസ്റ്റം അഡ്വാൻസർ കൊടുക്കുന്നത്. അതിൽ ഫ്രീ സ്പേസ് ഇപ്പോൾ ഒരു 98 GB ഉണ്ട് അൺയൂസ്ഡ് ആയിട്ട് കിടക്കുന്നത്. അത് വെച്ചിട്ട് ക്രിയേറ്റ് ന്യൂ പാർട്ടീഷൻ ചെയ്യുക. പാർട്ടീഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് റൂട്ടിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് 40 GB ext4 റൂട്ടെന്ന് നെയിം കൊടുത്താൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഇട്ട് ജസ്റ്റ് കൊടുത്താൽ മതി. നമുക്ക് ഹോമിന് വേണ്ടിയിട്ട് 48 GB, അതിലാണ് നമ്മുടെ മീഡിയ ഫയൽസൊക്കെ സ്റ്റോർ ചെയ്യുന്നത്. പിന്നെ സ്വാപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു 4 GB കൂടെ വേണം. ഇത്ര ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതുപോലെ വരും നമ്മുടെ ഹാർഡ് ഡിസ്കിൽ ext4 പിന്നെ ഒരു സ്വാപ്പ്. പിന്നെ നമ്മുടെ പാർട്ടീഷൻ സെലക്ട് ചെയ്യുക. ഈ പാർട്ടീഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ യൂസ് പാർട്ടീഷൻ കൊടുത്ത് ഫോർമാറ്റ് ഓൺ ആക്കുകയോ അല്ലെങ്കിൽ ഓഫ് ചെയ്തോ ഇട്ടിട്ട് നമ്മുടെ സ്വാപ്പ്, റൂട്ട്, ഹോം എല്ലാം സെലക്ട് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇൻസ്റ്റാൾ കൊടുക്കുക. ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ വരും നമ്മുടെ പോപ്പ് OS ഇതാ റെഡിയായി കഴിഞ്ഞു.